ജഡ്ജസ്. യെസ് ബോസ്. നമ്മുടെ ലിറ്റിൽ ഏഞ്ചൽസിന്റെ കൂട്ടത്തിന്നാണ് ഒരാൾ വരുന്നത്. ആരെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് എടുത്തേ. അത് നമുക്കറിയാം, പറഞ്ഞപ്പോഴേ മനസ്സിലായി. നമുക്കറിയാം നമ്മുടെ ഇജോ കുട്ടനാ. പക്ഷെ ഇന്ന് ഇവാനെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഞെട്ടും. അതെ, അല്ലേ ഞെട്ടും. അല്ല, ഇത് കുറച്ച് എക്സ്ട്രാ ഞെട്ടിക്കും. അല്ല, ഞങ്ങൾ അവന്റെ പേര് കേട്ടാലേ ഞെട്ടും. കണ്ടാ പേടിച്ചു പോകും നമ്മൾ. വിളിക്കട്ടെ. അല്ല, അദ്ദേഹത്തിന്റെ മുടി പോലെ ആയിരിക്കുമല്ലോ അവന്റെ. പക്ഷെ ഇന്നൊരു വ്യത്യസ്തതയുണ്ട്. കണ്ടോ, ഇത് വളരെ പോസിറ്റീവ് സൈനാണ് മുടിയുടെ. എനിക്ക് ബന്ധമുള്ളത് മൈക്കുമായിട്ടില്ലേ, ഒരു സ്പൈക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. നീ വിളിക്ക് കൊച്ചിനെ. എന്റെ അമ്മേ, ഞാനിത് എറിഞ്ഞു പൊട്ടിക്കും കേട്ടോ. വേഗം വിളി. വെൽക്കം ഇവാൻ ഓൺ സ്റ്റേജ്. അണ്ണാ, എന്റെ അമ്മച്ചിയോ. രാജാവേ, രാജാവ് ഒന്ന് ചിരിച്ചേടാ. ഈ ആരാ? ഞാനിവാനി. അല്ല, ഇത് ആരായിട്ടായി വന്നി? രാജാവ് അവതാരം എന്താണ്? ഉണ്ണപ്പക്രുവായിട്ട്. ഓ, ഉണ്ടപ്പക്രുവായിട്ടാണ്. അത്ഭുത ദ്വീപില്. അത് പറ രാജാവ്. അതൊരു സംഭവമാണ് ഗിന്നീസ് പക്രു. അപ്പൊ മോൻ എന്താ ചെയ്യാൻ പോണേ? പാട്ട് പാടാൻ പോവാണോ? കൂടെ ഇതുപോലെ ആൾക്കാരുണ്ടോ ഡാൻസ് ചെയ്യാൻ? ഞാൻ പാട്ട് പാടാൻ പോവാ. ഡാൻസ് ചെയ്യാൻ ആരുമില്ല? ഡാൻസ് ചെയ്യാൻ ഞാനുണ്ട്. എന്തിനേറെ നഞ്ചെന്തിന് നാനായത് ചോദിച്ചവര്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ലച്ചൂട്ടി എന്നെ എപ്പോഴും മാന്നും കുത്തും തന്നെയാ. അതുകൊണ്ട് എനിക്ക് ഇപ്പൊ വയ്യാതായി. എടാ, നാണമില്ലല്ലോടാ പറയാൻ. ഒരാണായിട്ട് മീശാൻ വെച്ച് നിക്കുക, ഒരു പെണ്ണ് കുത്തി കുത്തി വയ്യാതായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഞങ്ങൾ ഇനി ആളുകളുടെ മുഖത്ത് നോക്കും? ഇതൊരു നാണക്കേടല്ലേടാ. അതിന് നിങ്ങളല്ല, ഞാനല്ലേ. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഒരാണല്ലേ. അപ്പൊ നിന്നെ എടുത്തിട്ട് പെണ്ണുങ്ങൾ കുത്തി എന്ന് പറഞ്ഞ് എനിക്ക് വയ്യാണ്ടായി എന്ന് പറയുന്ന കേൾക്കുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റും. ഞാൻ കൊടുക്കുന്നുണ്ട്. തിരിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് അവരെന്നെ അടിക്കുമ്പോ തിരിച്ചു അതിനെക്കാട്ടി ഇരട്ടി കൊടുക്കും. എന്നിട്ട് അങ്ങനെയൊന്നും അവര് പറയുന്നില്ലല്ലോ. അവര് പറയണില്ല, അത് ഞാൻ പറഞ്ഞു. ഏത് രാജ്യത്തെ രാജാവാണ്? വയനാട്ടിലെ. വയനാട്ടിലെ രാജാവ്. അപ്പൊ അമ്പും വില്ലൊന്നും ഇല്ലേ? അല്ല, അവൻ പുലിയെ കണ്ടവനാ. ഞങ്ങള് വയനാട്ടിലൊരു പുലിയുണ്ട്. അതിന് ഞാൻ പുലിയുടെ പേര് ശിവശങ്കരൻ തന്നെ. ആളിനോട് ശിവശങ്കരൻ പേരൊന്നുമില്ല, സാധാ പേര് തന്നെ. ഉണ്ട്, പേരുണ്ട്, ശിവശങ്കരൻ എന്നാ പേര്. ശിവൂന്ന് വിളിക്കും. ശിവൂന്ന് വിളിച്ചവനെ ഓടി വന്ന് നക്കും. ഞാൻ പുലി ശിവൂന്ന് വിളിച്ചില്ലെങ്കിൽ കടിക്കും. പിന്നെ വരുമ്പോ എന്തെങ്കിലും ഒരു ലോലിപോപ്പ് വല്ലതും വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഹാപ്പി ആയിട്ട് ഞാൻ പുലിനെ നുണഞ്ഞങ്ങ് പോവും കാട്ടിലോട്ട്. ഞാൻ പുലിനെ അങ്ങ് കണ്ടപ്പോ തന്നെ എന്റെ വീട്ടിലേക്ക് പേടിക്കാത്തേക്ക് ഓടിച്ചു. പുലിനെ ഓടിച്ചോ? അമ്മയുടെ അടുത്തേക്ക് വിട്ടു. പുലി ഒന്ന് ചെന്നിട്ട് വരും, പ്ലീസ്. അമ്മയ്ക്കൊരു കടി കൊടുത്തിട്ട് വരും. അമ്മ കണ്ടപ്പോ തന്നെ പേടിച്ച് അമ്മ പുലി എന്ന് പറഞ്ഞോണ്ട് ഓടി. അമ്മയുടെ അവസ്ഥ. പുലിയെ അമ്മ തുണി അലക്കുമ്പോ പുലി എടുത്തടി. അതൊക്കെ തള്ളിയത് മതി മക്കളെ, നമുക്ക് പാടിയാലോ? ഓൾ ദി ബെസ്റ്റ് രാജാവേ. താങ്ക് യു രാജാവേ. ഞാൻ പാട്ടോട് പേര് കേക്കില്ലേ? എന്നെ പാട്ട് പാടാ പറേ. എന്നെ പാട്ടോട് പേരെന്നാ? പേര് ചക്കരമാവിന്റെ കൊമ്പത്തിരിക്കണേ. പാട്ടോട് പേര് എന്റെ പടത്തേക്ക് പേരല്ലേ, പാട്ടോട് പേര്. അത് തന്നെയല്ലേ ഞാനിപ്പോ പറഞ്ഞേ. പാട്ടുക്ക് പേര് കിടക്കുന്നേ. പാട്ടിന് പേരാണ് ചക്കരമാവിന്റെ കൊമ്പത്തിരിക്കണേ. ഞാൻ കേട്ടത് പാട്ടുക്ക് പേരെന്നാ. அந்த பாட்டு என்ன பேரு அப்படிதான் சார் கேக்குறாரு. ഈ തമിഴല്ല, കുറച്ച് വ്യക്തമാക്കി തരുമോ? ചക്രമാവുന്ന ഒരു പാട്ട് തന്നെ. ചക്കരമാവിന്റെ കൊമ്പത്തിരിക്കണ പാട്ട് അത് തന്നെ. அந்த பாட்டுக்கு பேர் என்னன்னு நான் கேட்டு. அது തന്നെയല്ലേ ഞാൻ ചക്കരമാവിന്റെ കൊമ്പത്തിരിക്കണേ. அவன அது கேட்கல. அந்த சக்கரமாவன்ற கொம்பல இருக்கிற பாட்டோட பேர் என்னது? நீ இந்த மாதிரி பேசினா நான் என்ன பண்ணுவாரு? ചക്കരമാവിന്റെ കൊമ്പത്തിരിക്കണേ. ചക്രമാവിന്റെ കൊമ്പത്ത് നീ ഇരുന്നോ, കുഴപ്പമില്ല. പാട്ടോട് പേര് എന്നാ ഞാൻ കേട്ടത്. ചക്കരമാവിന്റെ കൊമ്പത്തിരിക്കണ പാട്ട്. നീ കൊമ്പത്ത് കയറി പാട്ട് പാടിക്കോ മക്കളെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇതേത് രാഗമാ? അങ്ങനെ പറഞ്ഞു. രാജാവിന് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണമല്ലോ. ഏത് രാഗമാ പറ. അതല്ലേ ഞാൻ പറഞ്ഞു, ശരിക്കും രാജാവല്ല. ഞാൻ 2 രാഗം പറയാം, അതിൽ ഒരെണ്ണം പറഞ്ഞു. ഒന്ന് കല്യാണി, ഒന്ന് മോഹനം. ഏത് രാഗമാ? കല്യാണി. കല്യാണി എന്ന് കേട്ടപ്പോ സൂചിച്ചല്ലയോ? പിന്നെ മോഹിനി. അത് തന്നെ മക്കളെ, മോഹനം. മോഹനം.